ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 4ാം T20യിൽ ഇന്ത്യക്ക് കൂറ്റൻ ജയം. ജോഹന്നാസ്ബർഗിൽ നടന്ന മത്സരത്തിൽ 135 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ തിലക് വർമ്മ 120, സഞ്ജു സാംസൺ 109 എന്നിവരുടെ കരുത്തിൽ 283 റൺസാണ് അടിച്ചെടുത്തത്. ഇരുവരും പുറത്താവാതെ നിന്നു. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക 18.2 ഓവറിൽ 148 എല്ലാവരും പുറത്തായി. 3 വിക്കറ്റ് നേടിയ അർഷ്ദീപ് സിംഗ്, 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ പുറത്താക്കിയ വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ എന്നിവരാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. ഇതോടെ 4 മത്സരങ്ങളുടെ പരമ്പര 3-1 ഇന്ത്യ സ്വന്തമാക്കി. മോശം തുടക്കമായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക്. 10 റൺസ് എടുക്കുന്നതിനിടെ അവർക്ക് 4 വിക്കറ്റുകൾ നഷ്ടമായി. ഇതിൽ 3 അർഷ്ദീപിനായിരുന്നു. റീസ ഹെൻഡ്രിക്സ് 0, എഡൻ മാർക്രം 8, ഹെൻറിച്ച് ക്ലാസൻ 0 എന്നിവരെയാണ് അർഷ്ദീപ് പുറത്താക്കിയത്. ധ്യാൻ റിക്കിൾട്ടണ് 1, ഹാർദിക് പാണ്ഡ്യയ്ക്കും വിക്കറ്റ് നൽകി. പിന്നീട് ക്രിസ്റ്റൻ സ്റ്റിപ്സ് 43, ഡേവിഡ് മില്ലർ 36, മാർക്കോ ജാൻസൺ പുറത്താവാതെ 29 എന്നിവർ നടത്തിയ പോരാട്ടമാണ് ആതിഥേയരെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത്. ആൻഡിലെ സിംനെയിന് 2, ജെറാൾഡ് കോട്സ്വി 12, കേശവ് മഹാരാജ് 6, ലൂതോ സിംബാല 3 എന്നിവരാണ് പുറത്തായ മറ്റു താരങ്ങൾ. നേരത്തെ അഭിഷേക് ശർമ്മയുടെ 36 വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. പരമ്പരയിൽ തിലക് നേടുന്ന തുടർച്ചയായ 2ാം സെഞ്ചുറിയാണിത്. സഞ്ജുവിന്റേത് പരമ്പരയിലെ 2ാം സെഞ്ചുറിയും. കഴിഞ്ഞ 2 മത്സരത്തിലും സഞ്ജു 0-ന് പുറത്താവുകയായിരുന്നു. ഇരുവരും ചേർന്നുള്ള സഖ്യം 210 റൺസാണ് കൂട്ടിച്ചേർത്തത്. ഗംഭീര തുടക്കമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 1ാം വിക്കറ്റിൽ സഞ്ജു അഭിഷേക് സഖ്യം 1ാം വിക്കറ്റിൽ 73 റൺസ് ചേർത്തു. 6ാം ഓവറിന്റെ അവസാന പന്തിലാണ് കൂട്ടുകെട്ട് പൊളിയുന്നത്. 18 പന്തുകൾ നേരിട്ട അഭിഷേക് 4 സിക്സും 2 ഫോറും നേടിയിരുന്നു. അഭിഷേക് പോയെങ്കിലും സഞ്ജു തിലക് സഖ്യം വെടിക്കെട്ട് തുടർന്നു. തിലകായിരുന്നു കൂടുതൽ ആക്രമണോത്സുകത കാണിച്ചത്. സഞ്ജു തന്റെ സ്വസിദ്ധമായ ശൈലിയിൽ ബാറ്റിംഗ് തുടർന്നു. ഇതിനിടെ സെഞ്ചുറി കൂട്ടുകെട്ടും പൂർത്തിയാക്കി. 47 പന്തുകൾ നേരിട്ട തിലക് 10 സിക്സും 9 ഫോറും നേടി. സഞ്ജു 56 പന്തുകൾ കളിച്ചു. 9 സിക്സും 6 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ്. തിലക് വർമ്മയാണ് മാൻ ഓഫ് ദ മാച്ചും മാൻ ഓഫ് ദ സീരീസും.